Okay, അപ്പോൾ മാർക്കറ്റ് ഇക്വിലിബ്രിയം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് ബിഫോർ ദാറ്റ് പ്ലീസ് ട്രൈ ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. പ്ലീസ് സപ്പോർട്ട് മൈ ചാനൽ. യുവർ സപ്പോർട്ട് ഈസ് മൈ സ്ട്രെങ്ത്. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ ദ ക്ലാസ്. എന്താണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം? എന്താണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇക്വിലിബ്രിയം ഈസ് എ സ്റ്റേറ്റ് ഓഫ് ബാലൻസ്. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ബാലൻസ്. ഒരു ബാലൻസ് ആവുന്ന ഒരു സ്റ്റേറ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഏതെങ്കിലും രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് തുല്യമാവുന്ന ഒരു സിറ്റുവേഷൻ, അതിനെയാണ് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റുക, ഇക്വിലിബ്രിയം എന്ന് പറയാ, അല്ലെ? സന്തുലിതാവസ്ഥ എന്ന് പറയാം. അപ്പം ആർക്കും ഗുണവും ദോഷവും ഒന്നും ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കും അത് എന്തെന്ന് പറയുന്നത്, ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇവിടെ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാല് മാർക്കറ്റിലെ ആർക്കാണ് ഇമ്പോർട്ടന്റ് റോൾ എന്ന് പറയുന്നത്, ബയേഴ്സിനും സെല്ലേഴ്സിനും, അല്ലെ? മാർക്കറ്റിൽ ആർക്കൊക്കെ റോൾ ഉണ്ട്, ബയേഴ്സിനും റോൾ ഉണ്ട്, അതേപോലെ തന്നെ സിമിലർ റോൾ ആർക്കുണ്ട്, സെല്ലർക്കുണ്ട്. ഓക്കെ, അപ്പൊ ഒരു ബയറുടെ ആവശ്യം എന്ന് പറഞ്ഞാല് എങ്ങനെയും മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടണം, സാധനങ്ങൾ വാങ്ങിക്കണം. അത് എങ്ങനെയായിരിക്കണം, പ്രൈസ് ഒരു മീഡിയം ലെവൽ, അല്ലെങ്കിൽ എത്ര ലോ ആവുന്നോ പ്രൈസ് അത്രയും ലോ ആവാൻ ആര് വിചാരിക്കും, ബയർ വിചാരിക്കും. അതാണ് ബയറുടെ സൈഡിലുള്ള ആ ഒരു ക്ലിയറൻസ്, അല്ലെങ്കിൽ ബയറുടെ എന്താ പറയുക സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് അതാണ്. ഇനി സെല്ലറുടെ സൈഡിൽ എന്ന് പറഞ്ഞാൽ സെല്ലർക്ക് മാക്സിമം എമൗണ്ട് ഓഫ് കമ്മോഡിറ്റി വിൽക്കണം, അതേപോലെ തന്നെ മാക്സിമം പ്രോഫിറ്റ് എത്ര അറ്റൈൻ ചെയ്യാൻ പറ്റുമോ അത്രയും, മാർക്കറ്റ് റേറ്റ് അനുസരിച്ചിട്ട് എത്ര അറ്റൈൻ ചെയ്യാൻ പറ്റുമോ അത്ര അറ്റൈൻ ചെയ്യണം, മാക്സിമം ക്വാണ്ടിറ്റി സെല് ചെയ്യണം. ഇതാണല്ലോ എന്തെന്ന് പറയുന്നത്, സെല്ലറുടെ എന്തെന്ന് പറയുന്നത്, എയിം എന്ന് പറയുന്നത്. അപ്പം ഈ ബയറുടെയും സെല്ലറുടെയും എയിം, അത് രണ്ടുപേരുടെയും എയിം തമ്മിൽ ഒരു എന്താ പറയുക, ഒരു മാച്ചിങ് ഉണ്ടാവണം. ഓക്കെ, അപ്പം അതിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയുക. അപ്പൊ ബയർക്കും കുഴപ്പമില്ല, സെല്ലർക്കും കുഴപ്പമില്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ എത്താണ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഇക്വിലിബ്രിയം എന്ന് പറയുക. ഓക്കെ, ഇവിടെ ഇക്വിലിബ്രിയം ഡിറ്റർമിൻ ചെയ്യുന്നത് രണ്ട് ഫോഴ്സസ് ആണ്. ഫോഴ്സസ് ലൈക്ക് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അതായത് മാർക്കറ്റിൽ രണ്ട് ഫോഴ്സസ് ഉണ്ട്, രണ്ട് ശക്തികളുണ്ട്. ആരൊക്കെയാണ് അത്, ഡിമാൻഡും സപ്ലൈയും. അപ്പൊ അവരാണ് എന്ത് നിശ്ചയിക്കുന്നത്, മാർക്കറ്റില് എന്ത് നിശ്ചയിക്കുന്നത്, ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് നിശ്ചയിക്കുന്നത്, സന്തുലിതാവസ്ഥ നിശ്ചയിക്കുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, ഡിമാൻഡും സപ്ലൈ ആണ്. ഒരു സാധനത്തിന്റെ ഡിമാൻഡും ഒരു സാധനത്തിന്റെ സപ്ലൈയും. ഓക്കെ, ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി ആൻഡ് സപ്ലൈ ഓഫ് ദാറ്റ് കമ്മോഡിറ്റി, അവരാണ് എന്ത് ചെയ്യുന്നത്, മാർക്കറ്റില് കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. മനസ്സിലായോ? അപ്പം ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം, ഇറ്റ്സ് എ ഡിസയർ ടു ബൈ എ കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റി വാങ്ങിക്കാനുള്ള ഡിസയർ ആണ്, ആഗ്രഹമാണ്. പക്ഷേ അത് വെറും ആഗ്രഹമല്ല, എങ്ങനെയുള്ള ആഗ്രഹം വേണം, ഡിസയർ ബാക്ക്ഡ് ബൈ എബിലിറ്റി ടു പേ ആൻഡ് വില്ലിംഗ്നെസ് ടു പേ. അത് പേ ചെയ്യാനുള്ള എന്താ പറയാ കഴിവ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം, പേ ചെയ്യാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാവണം. അങ്ങനെ ഒരു സാധനം നമ്മൾ വാങ്ങിക്കാൻ റെഡി ആവുകയാണെങ്കിൽ അതിനാണ് ഡിമാൻഡ് എന്ന് പറയുക, ആ സാധനത്തിനുള്ള ഡിമാൻഡ്, അല്ലെ? വെറുതെ എനിക്കൊരു സാധനം കണ്ടു, എനിക്കത് ആവശ്യമാണ് പറഞ്ഞ ഡിമാൻഡ് ആവില്ല. ഞാൻ ഡിമാൻഡിന്റെ ലെസണിൽ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഈ കാര്യങ്ങൾ, കാണാത്തവര് കാണാം. ഓക്കെ, അപ്പൊ അതേപോലെ സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്, ക്വാണ്ടിറ്റി ഓഫ് എ കമ്മോഡിറ്റി ഓഫേർഡ് ഫോർ സെയിൽ ഇൻ ദ മാർക്കറ്റ്. മാർക്കറ്റിൽ സെയിൽ ചെയ്യാൻ, പ്രൈസ് ഒക്കെ ഫിക്സ് ചെയ്ത് സെയിൽ ചെയ്യാൻ വെച്ചിട്ടുള്ള കമ്മോഡിറ്റിയുടെ അളവ്. അതായത് സെല്ലർ ഇന്ന വിലക്ക് ഈ സമയത്ത് ഇന്ന വിലക്ക് വിൽക്കാമെന്ന് ഓഫർ ചെയ്തിട്ട് അത് പ്രൈസ് ഒക്കെ ഫിക്സ് ചെയ്തിട്ട് മാർക്കറ്റിൽ കൊണ്ടുവരുന്ന സാധനമാണ് സപ്ലൈ എന്ന് പറയുന്നത്. അപ്പൊ ഇവര് തമ്മിൽ മാച്ച് ആവണം. അതായത് സെല്ലർ കൊണ്ടുവരുന്ന ആ സാധനം, എത്ര സാധനം അത് വിറ്റ് പോകണം എന്ന് വെച്ചാൽ എത്ര ആവശ്യക്കാർ വേണം, അത്രയും ഡിമാൻഡ് ഉണ്ടാവണം. എത്ര സപ്ലൈ ഉണ്ടോ അത്ര ഡിമാൻഡ് ഉണ്ടാവണം. അപ്പൊ ഓക്കെ, അപ്പം ഈ രണ്ട് ഫോഴ്സസിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാല് ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആവുന്ന ആ പൊസിഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുക. എങ്ങനെയാ മാർക്കറ്റ് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നത്, ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആവുന്ന പോയിന്റിലാണ് നമ്മൾ എന്ത് അറ്റൈൻ ചെയ്തു എന്ന് പറയുന്നത്, ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തു എന്ന് പറയുന്നത്, അല്ലെ? അതായത് എത്രയാണോ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന പ്രൊഡ്യൂസർ സെല് ചെയ്യാൻ കൊണ്ടുവന്നിരിക്കുന്നത്, എത്രയാണോ സപ്ലൈ, അത്രയും ആവശ്യക്കാരുണ്ടെങ്കിൽ മാർക്കറ്റിൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് നീങ്ങി പോവില്ലേ, അതാണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം, അല്ലെ? അപ്പൊ തന്നെ നമ്മൾ സെല്ലർ വിൽക്കാൻ വരുന്നു, അത്രയും ആവശ്യക്കാരുണ്ട്, അവർ വിചാരിക്കുന്ന പ്രൈസിൽ കിട്ടുന്നു, സെല്ലർ വിചാരിക്കുന്ന പ്രൈസിൽ വിൽക്കാൻ കഴിയുന്നു. ഇതാണല്ലോ മാർക്കറ്റിലെ സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആവുകയാണെങ്കിൽ മാർക്കറ്റ് എവിടെ എത്തി എന്ന് പറയാം, നമുക്ക് ഇക്വിലിബ്രിയത്തിൽ എത്തി എന്ന് പറയാം. ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആയാൽ മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൽ എത്തി. അപ്പൊ മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത് ഒരു പ്രൈസിലായിരിക്കുമല്ലോ, ആ പ്രൈസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയാ, സന്തുലിത വില എന്ന് പറയാ. ഓക്കെ, ആ പ്രൈസ്, ഇക്വിലിബ്രിയം പ്രൈസ് ഇസ് ദ പ്രൈസ് അറ്റ് വിച്ച് ബോത്ത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആർ ഈക്വൽ. ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറഞ്ഞാൽ ആ പ്രൈസിൽ ആരൊക്കെ ഈക്വൽ ആയിരിക്കണം, ഡിമാൻഡും സപ്ലൈയും. ഓക്കെ, അതായത് സെല്ലർ ഒരു പ്രൈസ്, മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് നിശ്ചയിച്ച് വിൽക്കുന്ന സമയത്ത് ആ പ്രൈസിൽ സാധനങ്ങൾ വാങ്ങാൻ ആര് റെഡിയാവുകയാണ്, അത്രയും സാധനങ്ങൾ വാങ്ങിക്കാൻ എത്രയും കൺസ്യൂമേഴ്സ് വരികയാണ്. ഓക്കെ, അപ്പം എന്തായി, ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആയി, ആ പ്രൈസ് ഓക്കെ ആണ്. അപ്പൊ അതാണ് എന്തെന്ന് പറയുന്നത്, ഇക്വിലിബ്രിയം പ്രൈസ്.
അപ്പൊ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആവുന്ന ആ പ്രൈസിനെയാണ് ഇക്വിലിബ്രിയം പ്രൈസ്, ആ പോയിന്റിനെയാണ് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുക. അതാണ് മാർക്കറ്റിന്റെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. മാർക്കറ്റ് അങ്ങനെയാണ് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നത്. ഓക്കെ, അത് മനസ്സിലായല്ലോ. അപ്പൊ ഇക്വിലിബ്രിയത്തിന്റെ ഞാൻ ഇൻട്രൊഡക്ഷൻ തന്നു, റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക കേട്ടോ. ഇനി നമുക്ക് അതിന്റെ ഒരു ടേബിളും ഒരു ഡയഗ്രവും പഠിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ വെരി ഈസി ആണ്. നിങ്ങൾക്ക് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. ടെക്സ്റ്റിനകത്ത് നോക്കിയിട്ട് ടെൻഷൻ അടിക്കേണ്ട. ഓക്കെ, ദെൻ നോക്കിക്കോളൂ. ഈ ടേബിളിനകത്ത് 3 കോളംസ് ആണ് കൊടുത്തിരിക്കുന്നത്. എത്ര 3 കോളംസ് അല്ലെ? ഫസ്റ്റ് കോളത്തിൽ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി, ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ്. സെക്കൻഡ് കോളത്തിൽ എന്താണ്? ക്വാണ്ടിറ്റി ഡിമാൻഡ്, എത്ര ആ കമ്മോഡിറ്റിക്ക് എത്ര ഡിമാൻഡ് ഉണ്ട്, അത് സെക്കൻഡ് കോളത്തിൽ. ദെൻ തേർഡ് കോളത്തിൽ ക്വാണ്ടിറ്റി സപ്ലൈഡ്, അതായത് എത്ര ആ കമ്മോഡിറ്റിക്ക് ഈ പ്രൈസിന് എത്ര സപ്ലൈ ഉണ്ട്. ഓക്കെ, അപ്പം ഇത് ഡിമാൻഡ്, ഇത് സപ്ലൈ, ഇത് പ്രൈസ്, ഇത് ഡിമാൻഡ്, ഇത് സപ്ലൈ. നോക്കിക്കോളൂ. ആദ്യത്തെ സ്റ്റേജില് ആദ്യം നോക്കിക്കോളൂ, ഇവിടെ 3 കാര്യങ്ങൾ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിക്കോളൂ, 30, 35, അതായത് സപ്ലൈ 30ഉം 35ഉം ആണ്. പക്ഷെ ഡിമാൻഡ് നോക്കൂ, 50ഉം 45ഉം ഉണ്ട്. അതായത് പ്രൈസ് 10 ആയപ്പോൾ ഡിമാൻഡ് 50 ആണ്. പ്രൈസ് 10 ആയപ്പോൾ ഡിമാൻഡ് 50. പ്രൈസ് കുറവല്ലേ 10 എന്ന് പറഞ്ഞാൽ? ഇവിടെ ഏറ്റവും കുറഞ്ഞ പ്രൈസ് ഇവിടെ 10 ആണ്. അപ്പോൾ ഡിമാൻഡ് 50 ഉണ്ട്, മാക്സിമം ഡിമാൻഡ് ഉണ്ട്. പക്ഷെ സപ്ലൈ എത്രയേ ഉള്ളൂ? സെല്ലർ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാൻ അത്രയ്ക്ക് തയ്യാറാവില്ല അല്ലേ? ഓക്കെ, അപ്പം എത്രയേ സപ്ലൈ ഉള്ളൂ? 30യേ ഉള്ളൂ. ദെൻ പ്രൈസ് 20 ആയപ്പോൾ ഡിമാൻഡ് 45 ആയി. ഡിമാൻഡ് ഇച്ചിരി കുറഞ്ഞു. പ്രൈസ് ഇവിടെ ഇത്തിരി കൂടിയപ്പോൾ ഡിമാൻഡ് കുറച്ചങ്ങോട്ട് കുറഞ്ഞു. ഓക്കെ, ദെൻ സപ്ലൈ എന്ത് ചെയ്തു? കൂടി. എന്താ കാര്യം? ഇത്തിരി പ്രൈസ് കൂടുമ്പോൾ പ്രൊഡ്യൂസർ എന്ത് കൂട്ടും? സപ്ലൈ കൂട്ടും അല്ലെ? ഓക്കെ, അപ്പം ഇത് എന്ന് പറയുന്നത് ഈ രണ്ട് ഈ പൊസിഷൻ എന്ന് പറയുന്നത് ഇവിടെ ഡിമാൻഡ് വളരെ കൂടുതലാണ്. അപ്പൊ ഈ സിറ്റുവേഷൻ എന്ന് പറയുന്നത് എക്സസ് ഡിമാൻഡ് ആണ്. സപ്ലൈ കുറവും ഡിമാൻഡ് കൂടുതലുമാണ്. അതിന്റെ കാരണം പ്രൈസ് കുറവുള്ളത് കൊണ്ട്. അപ്പൊ ഈ 2 കാര്യത്തില് അടുത്ത സ്റ്റേജിൽ നോക്കിക്കോളൂ. പ്രൈസ് 30 ആയപ്പോൾ ഡിമാൻഡ് 40 ആയി, സപ്ലൈയും 40 ആയി. ഓക്കെ, പ്രൈസ് 30 ആയിരുന്ന സമയത്ത് എന്താണ്? ഡിമാൻഡും 40, സപ്ലൈയും 40. അങ്ങനെ രണ്ടും 40 ആയപ്പോൾ എന്താണ്? ഈ പ്രൈസിന് ഡിമാൻഡും സപ്ലൈയും എങ്ങനെയാണ്? ഈക്വൽ ആണ്. അപ്പൊ ഇത് സെല്ലർക്കും ഓക്കെയാണ് ഈ പ്രൈസ്, അതേപോലെ തന്നെ ബയർക്കും ഓക്കെയാണ് ഈ പ്രൈസ്. അതല്ലേ അതിന്റെ മീനിങ്? അപ്പൊ ഡിമാൻഡും സപ്ലൈയും ഇവിടെ ഈക്വൽ ആയി. ഇതാണ് ഈ 30 ആണ് ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത്. ഈ പൊസിഷൻ ആണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇവിടെ എന്ത് ഈക്വൽ ആയി? ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആയി ഈ 30 റുപ്പീസിന്. മനസ്സിലായല്ലോ? രണ്ടും 40 അല്ലേ? ഓക്കെ, അടുത്ത സ്റ്റേജിൽ എന്താ സംഭവിച്ചത്? പ്രൈസ് 40 ആയപ്പോൾ ഡിമാൻഡ് 35 ആയി. നോർമലി എന്ത് സംഭവിക്കും? പ്രൈസ് കൂടുന്നതിനനുസരിച്ച് ഡിമാൻഡ് കുറയുകയും ചെയ്യും. സപ്ലൈ പക്ഷെ എന്ത് ചെയ്തു? കൂടി. അഗെയിൻ പ്രൈസ് മാക്സിമം, ഇവിടുത്തെ മാക്സിമം പ്രൈസ് ഏതാ? 50. ഇത് മിനിമം അല്ലെ? അപ്പൊ 50 മാക്സിമം ആയപ്പോൾ ഏറ്റവും മിനിമം ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആയി. ഡിമാൻഡ് വളരെ കുറഞ്ഞു. പക്ഷെ സപ്ലൈ എന്ത് ചെയ്തു? മാക്സിമം ആയി. ഒരു സെല്ലർക്ക് പ്രൈസ് ഏറ്റവും കൂടുന്നതല്ലേ ഇഷ്ടം അല്ലേ? അദ്ദേഹത്തിന് മാക്സിമം പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യാന്നുള്ളതല്ലേ സെല്ലറുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം എന്ത് ചെയ്തു? ഇവിടെ സപ്ലൈ കൂടി. അപ്പം ഇവിടെ പ്രൈസ് കൂടിയപ്പോൾ ഇവിടെ സപ്ലൈ കൂടി. ഈ സിറ്റുവേഷനിൽ നോക്കിക്കോളൂ, ഡിമാൻഡ് കുറവും സപ്ലൈ കൂടുതലും. അപ്പൊ ഇത് എന്താണ്? എക്സസ് സപ്ലൈ ആണ്, അധിക പ്രധാനമാണ്. മനസ്സിലായോ? ഇത് മാർക്കറ്റിൽ നന്നല്ല അല്ലെ? ഒരുപാട് സാധനങ്ങൾ സപ്ലൈ ചെയ്ത് അവിടെ ഇട്ടിട്ട് കാര്യമില്ല. ഡിമാൻഡ് കുറവാണ്, പ്രൈസും കൂടുതലാണ്. അത് ശരിയായിട്ടുള്ള സിറ്റുവേഷൻ ആണോ? അല്ല. ആദ്യത്തെ സിറ്റുവേഷനിൽ പ്രൈസ് കുറവാണ്, ഡിമാൻഡ് കൂടുതലുണ്ട്, എന്നാൽ സപ്ലൈ ഇല്ല, ആവശ്യത്തിന് സാധനം കിട്ടാനില്ല. അതെന്താണ്? ഇവിടെ എക്സസ് ഡിമാൻഡ് ആണ്. ഡിമാൻഡ് കൂടുതലുണ്ട്, സപ്ലൈ ഇല്ല, അതൊരു പ്രോബ്ലം ആണ്. ഇത് എക്സസ് സപ്ലൈ, അതേ സാധനങ്ങൾ കെട്ടിക്കിടന്നിട്ട് കാര്യമില്ല. ഡിമാൻഡ് ഇല്ല, ഡിമാൻഡ് കുറഞ്ഞു, പ്രൈസ് കൂടുതലും. അത് ശരിയാണോ? അല്ല. അപ്പൊ അത് ഇവിടെ എക്സസ് സപ്ലൈ ആയി, സപ്ലൈ കൂടുതലുള്ള സിറ്റുവേഷൻ. അപ്പൊ ഈ 2 സിറ്റുവേഷൻ നമുക്ക് മാർക്കറ്റ് കണ്ടീഷൻസിന് നല്ലതല്ല. ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യില്ല. ഏതിലാണ് അറ്റൈൻ ചെയ്യുന്നത്? ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആവണം. എത്ര സപ്ലൈ ചെയ്യുന്നോ അത്ര ആവശ്യക്കാരുണ്ടാവണം, അല്ലെങ്കിൽ എത്ര ആവശ്യക്കാരുണ്ടോ അത്ര സപ്ലൈ ചെയ്യണം. ശരിയല്ലേ? എന്നാലേ മാർക്കറ്റില് ഒരു ക്ലിയറൻസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അത് ആ പ്രൈസ്, ഈ പ്രൈസ് ആണ് എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം പ്രൈസ്. അപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റ് ഫോളോ ചെയ്യുന്ന പ്രൈസ്. അപ്പൊ മാർക്കറ്റ് എവിടെ എത്തും? ഇക്വിലിബ്രിയത്തിൽ എത്തും. 30 എന്ന് പറയുന്ന പ്രൈസിന് ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആണ്. ഇത് ഇക്വിലിബ്രിയം പ്രൈസ്, ഇത് ഇക്വിലിബ്രിയം പ്രൈസ്. ഈ സിറ്റുവേഷൻ ആണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയാ. ശരിയല്ലേ? ഈ 2 സിറ്റുവേഷനും ബാഡ് ആണ്. ഇത് ഇവിടെ എക്സസ് ഡിമാൻഡ് ഉണ്ടാവുന്നു, വെറുതെ ആവശ്യക്കാർ മാത്രം ഉണ്ടാവുന്നു, സപ്ലൈ ഇല്ല. വിലയാണെങ്കിൽ വില കുറവാണ്, പക്ഷെ സപ്ലൈ ഇല്ല. ഇവിടെയാണെങ്കിൽ വില കൂടുതലും, ഡിമാൻഡ് ഇല്ല, വെറുതെ സാധനങ്ങൾ എക്സസ് സപ്ലൈ ആയിട്ട് ഇവിടെ കിടക്കുന്നു. അപ്പൊ ഇത് 2 മാർക്കറ്റില് ശരിയല്ല. അപ്പൊ ഇതാണ് അതിന്റെ ശരിയായിട്ടുള്ള പൊസിഷൻ എന്ന് പറയുന്നത്. അതാണ് എന്തെന്ന് പറയുന്നത്? മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇനി മാർക്കറ്റ് ഇക്വിലിബ്രിയം നിങ്ങളുടെ ടെക്സ്റ്റില് 2 കാര്യത്തിൽ പറയുന്നുണ്ട്. ഒന്ന്, ലാർജ് നമ്പർ ഓഫ് ഫേംസ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ്? ലാർജ് നമ്പർ ഓഫ് ഫേംസ്, ഒരുപാട് ഫേംസ് ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ് ഉണ്ടാവും അല്ലെ? പിന്നെ ഫിക്സഡ് നമ്പർ ഓഫ് ഫേംസ് ആണെങ്കിൽ എൻട്രി ആൻഡ് എക്സിറ്റ് ലിമിറ്റഡ് ആയിരിക്കും. ഇതൊക്കെ നമ്മൾ പ്രീവിയസ് ലെസണിൽ പഠിച്ചതുണ്ടോ? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല.
നമുക്കിപ്പോൾ ഇക്വിലിബ്രിയം പഠിച്ചാൽ മതി. ഇപ്പൊ ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്താണ്, നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളത് ഇങ്ങനെ ടോപ്പിക് വൈസിൽ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് എക്സ്ട്രാ പഠിക്കേണ്ടതാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ മെൻഷൻ ചെയ്തേ ഉള്ളൂ. ഓക്കെ, അപ്പം ലാർജ് നമ്പർ ഓഫ് ഫേംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ വേണമെങ്കിലും മാർക്കറ്റിനകത്തേക്ക് ആർക്ക് വേണമെങ്കിലും പ്രവേശിക്കാൻ പുറത്തോട്ട് പോവാം. ഫിക്സഡ് നമ്പർ ഓഫ് ഫേംസ് ഉള്ള മാർക്കറ്റ് ആണെങ്കിൽ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ടാവും, ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷനെ ഇവിടെ പറയുന്നുള്ളൂ. ഇനി നമുക്ക് ഇക്വിലിബ്രിയത്തിന്റെ ഡയഗ്രാം നോക്കാം. വെരി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ വളരെ സിമ്പിൾ ആണ്. അപ്പൊ നമ്മൾ ഡയഗ്രാം വരയ്ക്കുന്നത് എങ്ങനെയാണ്? പ്ലസ് ടു ലെവലായാലും ഡിഗ്രി ലെവലായാലും ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് എന്താണോ ഡയഗ്രാം വരയ്ക്കുന്നതിന്റെ ഹെഡിങ് നമ്മൾ കൊടുക്കണം. മാർക്കറ്റ് ഇക്വിലിബ്രിയം ഞാൻ കൊടുത്തു, അണ്ടർലൈൻ ചെയ്തു. ഓക്കെ, ദെൻ ഡയഗ്രാം വരയ്ക്കുന്നു. എക്സ് ആക്സിസ് മെൻഷൻ ചെയ്തു, വൈ ആക്സിസ് മെൻഷൻ ചെയ്തു, ഒറിജിൻ മാർക്ക് ചെയ്തു. എക്സ് ആക്സിസിൽ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്, എന്താണ് എക്സ് ആക്സിസിൽ അളക്കുന്നത്, നമ്മൾ മെഷർ ചെയ്യുന്നത് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആൻഡ് ക്വാണ്ടിറ്റി സപ്ലൈഡ്. ഇത് രണ്ടുമാണ് കേട്ടോ, ഞാൻ ചുരുക്കി എഴുതിയെന്നുള്ളൂ, നിങ്ങൾ എഴുതണം കേട്ടോ. ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആൻഡ് ക്വാണ്ടിറ്റി സപ്ലൈഡ്. ഓക്കെ, എന്താണ് ഇവിടെ വൈ ആക്സിസിൽ എന്താണ്? പ്രൈസ്. ദെൻ ഡി ഡി ഈസ് ദ ഡിമാൻഡ് കർവ് ആൻഡ് എസ് എസ് ഈസ് ദ സപ്ലൈ കർവ്. ഇ ഈസ് ദ ഇക്വിലിബ്രിയം പോയിന്റ് അറ്റ് വിച്ച് ബോത്ത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആർ ഈക്വൽ. ഈ പോയിന്റിൽ ഡിമാൻഡ് സപ്ലൈ ഈക്വൽ ആണ്. ഇതാണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇവിടെ ഒ പി പ്രൈസ് എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം പ്രൈസ് ആണ്. ദെൻ ഒ ക്യു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ആണ്. കാരണം ഇവിടെ എക്സസ് സപ്ലൈയോ എക്സസ് ഡിമാൻഡോ ഇല്ല. ശരിയല്ലേ? നമ്മുടെ ഈ പൊസിഷനാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ എന്താണ്? ഡിമാൻഡും കൂടുതലില്ല, സപ്ലൈയും കൂടുതലില്ല, രണ്ടും ഈക്വൽ ആണ്. അപ്പൊ ഈ പ്രീ എന്ന് പറയുന്ന പ്രൈസ് ആണ് ഇക്വിലിബ്രിയം പ്രൈസ് അല്ലെ? നല്ല റിയൽ ആയിട്ടുള്ള നല്ല നോമിനൽ പ്രൈസ് ആണ്. ഓക്കെ, അതാണെന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അസ്യൂം ചെയ്യാം, ഇപ്പൊ പ്രൈസ് ഒ പിയിൽ നിന്നും ഒ പി 2 ആയിട്ട് കൂടുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? പ്രൈസ് കൂടുമ്പോൾ സപ്ലൈ കൂടും. സപ്ലൈ ഇവിടം വരെ ഉണ്ടാവും, പക്ഷെ ഡിമാൻഡ് കുറവാണ്. നോക്കിക്കോളൂ, ഡിമാൻഡ് Q2 വരെ ഉണ്ടാവുള്ളൂ പ്രൈസ് കൂടിയാൽ. കേട്ടോ, ഈ ലൈനില് പ്രൈസ് കൂടിയാൽ ഡിമാൻഡ് എവിടെയാ ടച്ച് ചെയ്യുന്നത്? ഇവിടെയല്ലേ? അത് താഴോട്ട് വരച്ച് നോക്കൂ, എത്ര ക്വാണ്ടിറ്റി ഉണ്ട്? ഒ ക്യു, ഇത്രയേ ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ പ്രൈസ് കൂടിയാൽ. പക്ഷേ സപ്ലൈ എത്ര ക്വാണ്ടിറ്റി ഉണ്ടാവും? പ്രൈസ് കൂടിയാൽ പ്രൊഡ്യൂസർ സപ്ലൈ കൂടുതൽ ചെയ്യുമല്ലോ. എത്ര ക്വാണ്ടിറ്റി ഉണ്ട്? OQ2 ഇവിടം വരെ ഉണ്ടാവും. ഈ OQ2 വരെ ഉണ്ടാവും കേട്ടോ. അതിന് വേറെ പേര് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, കൺഫ്യൂഷൻ വരണ്ട. അതിന് ഞാൻ വേറെ പേര് കൊടുക്കാം, OQ2 OQ3 കൊടുക്കാം കേട്ടോ. ഓക്കെ, ഓക്കെ, നമ്മൾ പേര് കൊടുക്കുന്നതിലൊന്നും പ്രശ്നമില്ല, കാരണം എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതുപോലെ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ, OP2 പ്രൈസ് ആയപ്പോൾ OQ3 വരെ ഇത്രയും വരെ സപ്ലൈ ഉണ്ട്, പക്ഷെ ഡിമാൻഡ് ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇവിടെ എന്താണ്? എക്സസ് സപ്ലൈ. അത് ശരിയാണോ? മാർക്കറ്റില് സപ്ലൈ മാത്രം ഉണ്ട്, ഡിമാൻഡ് ഇല്ല, പ്രൈസും കൂടുതൽ. ഓക്കെ, ആ പൊസിഷൻ. ദെൻ നെക്സ്റ്റ് സ്റ്റേജിൽ പ്രൈസ് കുറയാണ്, OP-യിൽ നിന്നും OP1 ആയിട്ട് കുറയാന്ന് വിചാരിക്കാം. OP1 നിന്നും OP-യിൽ നിന്നും എപ്പോഴും ഇവിടെ നിന്ന് തുടങ്ങി കുറയും കൂടുകയും ചെയ്യും കേട്ടോ. ഇതാണ് ഇനീഷ്യൽ പ്രൈസ്. OP-യിൽ നിന്നും OP1 ആയിട്ട് കുറഞ്ഞപ്പോൾ നോക്കിക്കോളൂ, ഇവിടെ ഡിമാൻഡ് ഇവിടെ വരെയുണ്ട്. ഡിമാൻഡ് കർവ് ഇവിടെയല്ലേ ടച്ച് ചെയ്യുന്നത്? ഈ പ്രൈസ് ലൈൻ എവിടെ ടച്ച് ചെയ്യുന്നത്? ഇവിടെ. അപ്പൊ ഇത്രയും ഡിമാൻഡ് ഉണ്ട്, OQ1 വരെ ഡിമാൻഡ് ഉണ്ട്, പക്ഷേ എന്തില്ല? സപ്ലൈ ഇവിടം വരെ ഉള്ളൂ. സപ്ലൈ ഇതാ ഇത്രയേ ഉള്ളൂ. സപ്ലൈ ഈ ലൈനിൽ ടച്ച് ചെയ്യുന്നത് ഇവിടെയല്ലേ? സപ്ലൈ ഇത്രയേ ഉള്ളൂ, OQ2 സപ്ലൈയേ ഉള്ളൂ. ഓക്കെ, അപ്പം അതെന്താ കാരണം? പ്രൈസ് കുറഞ്ഞപ്പോൾ പ്രൊഡ്യൂസർ ഇത്രയേ സപ്ലൈ ചെയ്യുന്നുള്ളൂ, പക്ഷെ ഡിമാൻഡ്, വില കുറഞ്ഞാൽ ഡിമാൻഡ് കൂടുതലും, നമ്മൾ ആവശ്യക്കാർ കൂടുമല്ലോ, ഡിമാൻഡ് കൂടുതലും. അപ്പൊ ഇവിടെ എന്താ സിറ്റുവേഷൻ? എക്സസ് ഡിമാൻഡ്, പക്ഷെ സാധനങ്ങൾ ഇല്ല, സപ്ലൈ ഇല്ല. അതും ശരിയാണോ? അല്ല. അപ്പൊ ഇവിടെ എക്സസ് ഡിമാൻഡ്, ഇവിടെ എക്സസ് സപ്ലൈ. ഈ സിറ്റുവേഷൻസ് ആണ്. എക്സസ് സപ്ലൈ ഇതാ ഇവിടെ, എക്സസ് ഡിമാൻഡ് ഇവിടെ, സോറി എക്സസ് സപ്ലൈ ഇവിടെ, എക്സസ് ഡിമാൻഡ് ഇതാ ഇവിടെ. ഓക്കെ, അപ്പൊ മനസ്സിലായോ? അപ്പം ഈ ഫീൽ ദ ഡിഫറൻസ്. അപ്പം എന്താണ് സിറ്റുവേഷൻ? നമുക്ക് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്ത് പോയിന്റ് ആണ്? അതാണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. DD is the demand curve, SS is the supply curve, E is the equilibrium point. E എന്ന് പറയുന്നത് സന്തുലിത ബിന്ദുവാണ്, at which both demand and supply are equal. ആ പോയിന്റിലെ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആണ്. ഇപ്പൊ നമ്മൾ ടെക്സ്റ്റിൽ ഇവിടെയൊക്കെ വേറെ പോയിന്റ് ഒക്കെ കൊടുത്തു കാണും, G എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ഇക്വിലിബ്രിയം പോയിന്റ് ആണ് പറഞ്ഞത്. പക്ഷെ നമ്മുടെ ഒറിജിനൽ ഇക്വിലിബ്രിയം പോയിന്റ് ഇതാണ് കേട്ടോ. ഇവിടെ ആദ്യത്തെ സ്റ്റേജിൽ പ്രൈസ് OP-യിൽ നിന്നും OP2 ആയിട്ട് കൂടിയപ്പോൾ, പ്രൈസ് കൂടിയപ്പോൾ ഡിമാൻഡ് OQ-യിൽ നിന്നും OQ2 ആയിട്ട് ഡിമാൻഡ് കുറഞ്ഞു. പിന്നെ അപ്പൊ ഇവിടെ എക്സസ് സപ്ലൈ ആയി, സപ്ലൈ ഇതാ കൂടുതലാണ്, OQ3 വരെയും സപ്ലൈ ഉണ്ട് പ്രൈസ് കൂടിയപ്പോൾ. അതേപോലെ പ്രൈസ് OP1 ആയിട്ട് കുറഞ്ഞപ്പോൾ ഡിമാൻഡ് കൂടി, OQ1 വരെ ഡിമാൻഡ് ഉണ്ട്, എന്ത് കുറവാണ്? സപ്ലൈ OQ വരെയുള്ളൂ, ഇത്രയും സപ്ലൈ ഉള്ളൂ. ഫീൽ ദ ഡിഫറൻസ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ അതുകൊണ്ട് ഇത് എക്സസ് ഡിമാൻഡ് ആണ്, ഇത് എക്സസ് സപ്ലൈ ആണ്. അപ്പൊ ഇത് രണ്ടും ശരിയല്ല. ഏതാ നമുക്ക് വേണ്ടത്? E എന്ന് പറയുന്നത്. ഈ OP എന്ന് പറയുന്നതാണ് എന്ത്? ഇക്വിലിബ്രിയം പ്രൈസ്. OP is the equilibrium price at which both demand and supply are equal. അവിടെ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആണ്. മനസ്സിലായോ? അപ്പൊ എക്സ് ആക്സിസിൽ എന്താണ് മെഷർ ചെയ്യുന്നത്? ഇതെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. ഇങ്ങനെയാണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ?
അപ്പൊ മാർക്കറ്റ് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യണമെങ്കിൽ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആയിരിക്കണം. ആ പ്രൈസ്, ആ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആവുന്ന പ്രൈസ് ആണ് ഇക്വിലിബ്രിയം പ്രൈസ്. ആ ക്വാണ്ടിറ്റിയാണ് ഡിമാൻഡ് സപ്ലൈയും ഈക്വൽ ആവുമ്പോൾ ഉണ്ടാവുന്ന ക്വാണ്ടിറ്റി. അതായത് രണ്ടുപേര് ഈക്വൽ ആകുമ്പോൾ ഈ ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, OQ ക്വാണ്ടിറ്റി, ഇതാണ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി, സന്തുലിത അളവ് എന്ന് പറയുന്നത്. ഓക്കെ, സന്തുലിത വില OP, സന്തുലിത അളവ് OQ. മനസ്സിലായല്ലോ? E എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം പോയിന്റ്. ഇത്രയാണ് മെയിൻ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ഡിമാൻഡ് കർവ്, SS സപ്ലൈ കർവ് ആണെന്നൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് മാർക്കറ്റിൽ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഇക്വേറ്റ് ചെയ്ത് നോക്കാമെന്ന്. എങ്ങനെയാണ് ഡിമാൻഡ് സപ്ലൈ ഇക്വേറ്റ് ചെയ്യുന്നത്? ചെറിയ നമുക്ക് എന്ത് തരികയാണ്, ഒരു ഇക്വേഷൻ തരികയാണെങ്കിൽ നോക്കിക്കോളൂ. ഇപ്പൊ ഡിമാൻഡ് ഫംഗ്ഷൻ, ഡിമാൻഡ് എന്ന് പറയുന്നത് 100 - 2p ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഡിമാൻഡ് 100 - 2p യും സപ്ലൈ 10 + 2p ആണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എങ്ങനെ ഇക്വിലിബ്രിയം പ്രൈസ് കണ്ടുപിടിക്കും? ഇത് എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഡിമാൻഡിന്റെ ഫംഗ്ഷനും സപ്ലൈയുടെ ഫംഗ്ഷനും ഇങ്ങനെ QD = ഇത് തന്നു, QS = ഇത് തന്നു എന്ന് വിചാരിക്കാം. അപ്പൊ നമുക്കിത് എന്ത് ചെയ്യണം? ഈക്വലൈസ് ചെയ്യണം. ഇത് രണ്ടും ഈക്വൽ ആയാലല്ലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഇക്വിലിബ്രിയം പ്രൈസ് കിട്ടുള്ളൂ. ശരിയാണല്ലോ? അപ്പൊ QD-ക്ക് 100 - 2p ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അതേപോലെ QS-ന് 10 + 2p ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ രണ്ടിനെയും ഇക്വേറ്റ് ചെയ്യാം, എന്ന് വെച്ചാൽ തുല്യമാക്കാം. നോക്കിക്കോളൂ, 100 - 2p = അപ്പൊ QD-യുടെ ഞാൻ ഒന്നും കൂടെ ഇവിടെ എടുത്തെഴുതാം, കൺഫ്യൂഷൻ വേണ്ട. QD എന്ന് പറയുന്നത് എന്താണ്? 100 - 2p. then QS എന്ന് പറയുന്നത് 10 + 2p. ഇത് രണ്ടും ഞാൻ എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ രണ്ടുപേരും ഈക്വലൈസ് ചെയ്യാം, എന്ന് വെച്ചാൽ ഇതിന്റെ പ്ലേസിൽ ഇത് കൊടുക്കാം, ഇതിന്റെ പ്ലേസിൽ ഇത് കൊടുക്കാം, ഈക്വൽ ടു ഇട്ട് കൊടുക്കാം. അപ്പൊ 100 - 2p = 10 + 2p എന്ന് കിട്ടി നമുക്ക്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 2p, ഈ p ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഈ 100 അങ്ങോട്ട് കൊണ്ടുപോകാം. അങ്ങനെയല്ലേ നമ്മൾ സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കോളൂ, ഈ -2p അതേപടി ഞാൻ ഇവിടെ എഴുതി. ഇത് മൈനസ് അല്ലേ? ഈ -2p ഇതേപടി എഴുതി. പിന്നെ ഈ +2p ഇങ്ങോട്ട് വരുമ്പോൾ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് വരുമ്പോൾ എന്ത് 2p ആവും? -2p ആയി. ഓക്കെ, ഈക്വൽ ടു ഈ 10 അതേപടി ഞാൻ എഴുതിയിട്ടുണ്ട് ആദ്യം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ 100 പ്ലസ് അല്ലേ, ഇവിടെ സൈൻ ഒന്നും ഇല്ലെങ്കിൽ പ്ലസ് എന്നല്ലേ അർത്ഥം. ഈ +100 ഇങ്ങോട്ട് വന്നപ്പോ എന്തായി? -100 ആയി. ആണല്ലോ? ഓക്കെ, ഇനി നോക്കിക്കോളൂ, -2p യും -2p എന്താണ്? രണ്ട് മൈനസ് വാല്യൂ വന്നാൽ രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് മൈനസ് സൈൻ ഇടണം. ഓക്കെ, രണ്ട് മൈനസ് വന്നാൽ രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് മൈനസ് സൈൻ ഇടണം. അപ്പൊ -2p എന്താണ്? -4p. 2 + 2 4, സൈന് 2 മൈനസ് ആയതുകൊണ്ട് -4. -4p = ഇനി 10 - 100 ആണ്. ചെറുതൊന്നും വലുത് മൈനസ് ചെയ്യേണ്ടി വരുന്നു. അതായത് 100ന്റെ സൈന് മൈനസ് ആണ്, 10 പ്ലസ് ആണ്. എന്ന് വെച്ചാൽ ഇത് ചെറുതും ഇത് വലുതും. അപ്പൊ ചെറുതെന്ന് വലുത് മൈനസ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? -90 കിട്ടും. ആണല്ലോ? ഓക്കെ, ഇനി ഈ രണ്ട് മൈനസ് നമുക്ക് കട്ട് ചെയ്യാം. രണ്ട് സൈഡിലും ഒരേപോലെ മൈനസ് ഉണ്ടെങ്കിൽ കട്ട് ചെയ്തൂടെ? അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം. ഓക്കെ, നോക്കാം. അപ്പൊ 4p = 90 എന്ന് കിട്ടി. നമുക്ക് എന്ത് കിട്ടും? 4p = 90. അപ്പൊ p എന്തായിരിക്കും? p മാത്രം ഇവിടെ നിർത്തുകയാണെങ്കിൽ = 90. ഈ 4 ഇങ്ങോട്ട് വരുമ്പോൾ /4. ശരിയല്ലേ? 90/4 22.5. 90/4 എത്രയാ? 22.5. അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത്. അതാണ് എന്ത്? ഇക്വിലിബ്രിയം പ്രൈസ്. മനസ്സിലായല്ലോ? രണ്ട് ഇക്വേഷൻസും ഇക്വേറ്റ് ചെയ്തു. 2p ഇങ്ങോട്ട് കൊണ്ടുവന്നു, -2p ആയി. 100 അങ്ങോട്ട് കൊണ്ടുപോയി, -100 ആയി. ഇത് കിട്ടി. രണ്ടും കൂടെ ചെയ്യുമ്പോൾ രണ്ട് മൈനസ് ആണെങ്കിൽ രണ്ടും നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ 4p = 90, p = 90/4, that is equal to 22.5. അപ്പൊ ഇക്വിലിബ്രിയം പ്രൈസ് കിട്ടി 22.5. ഇനി നമുക്ക് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി കണ്ടുപിടിക്കണം. എങ്ങനെയാ കണ്ടുപിടിക്കാം? ഈ 100 - 2p ഈ ഡിമാൻഡ് കണ്ടുപിടിക്കുക. ഇതിനകത്ത് എന്ത് വാല്യൂ ഇട്ട് കൊടുത്താൽ മതി? ഇക്വിലിബ്രിയം പ്രൈസ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, നോക്കൂ, 100 - 2p യുടെ പ്ലേസിൽ 100 - 2 × p യുടെ പ്ലേസിൽ p എന്ന് പറഞ്ഞ പ്രൈസ് അല്ലേ, ആ പ്രൈസ് ഇട്ട് കൊടുത്തു. അപ്പൊ 100 - 2 × 22.5 എന്താണ്? 45. അപ്പൊ എന്താണ്? 100 - 45 55 ആണല്ലോ? 100ൽ നിന്നും 45 പോയാൽ 55. അതാണ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. ഇനി അതേപോലെ സപ്ലൈക്കും കൊടുത്താൽ സെയിം ക്വാണ്ടിറ്റി തന്നെ കിട്ടും. ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി പറഞ്ഞാൽ രണ്ടുപേർക്ക് സെയിം തന്നെയല്ലേ? ഡിമാൻഡ് സപ്ലൈ ഈക്വൽ ആണ് അവിടെ. ആണല്ലോ? ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ, 10 + 2pക്ക് നമ്മൾ ഈ pക്ക് പകരം എന്ത് കൊടുക്കുകയാണ്? 22.5. ഇവിടെ നമ്മൾ 22.5 കൊടുത്തു. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി 55. അതേപോലെ 10 + 2 × p, 2 × 22.5 ചെയ്തപ്പോൾ 10 + 45. 2 × 22.5 45. അപ്പൊ 10 + 45 എന്താണ്? 55. ഇതാണ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഡിമാൻഡ് സപ്ലൈ ഈക്വൽ അല്ലേ? ഈ പ്രൈസിൽ ഇക്വിലിബ്രിയം പ്രൈസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഡിമാൻഡ് സപ്ലൈയും ക്വാണ്ടിറ്റി എന്താണ്? ഈക്വൽ ആണ്. മനസ്സിലായോ? അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ തരും. അത് നമ്മളൊന്ന് ഈക്വലൈസ് ചെയ്ത് നോക്കിയാൽ മതി. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് ഇത് നല്ലോണം മനസ്സിലാക്കി നിങ്ങൾക്ക് എങ്ങനെ ചോദിച്ചാലും മനസ്സിലാവും. മനസ്സിലായല്ലോ?
അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി ഇതിന്റെ അടുത്ത ക്ലാസ്സിലെ ബാക്കി പോർഷൻസുമായിട്ട് വരാം. അപ്പൊ മാർക്കറ്റ് ഇക്വിലിബ്രിയം, അതിന്റെ ഈ ടേബിളും ഈ ഡയഗ്രാം, ഈ ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നല്ലോണം പഠിച്ചോളാം. വീണ്ടും അടുത്ത ക്ലാസ്സിലൂടെ കാണാം. ഓക്കെ, താങ്ക് യു.